ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സാമ്പത്തിക മേഖല ഭദ്രമായിരിക്കണം, രോഗങ്ങളൊന്നും വരാതെ നല്ല ആരോഗ്യനില ഉണ്ടായിരിക്കണം, മക്കളെ നൽകി അനുഗ്രഹിക്കണം, തന്ന മക്കൾ ദൈവഹിതമനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കണം, ആരും മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, ദീർഘായുസിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പുറപ്പാട് 23-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനത്തിലൂടെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചവർ അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്തത്. മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് 2096 നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുക എന്നത് അവിടുത്തെ ദൈവവും സൃഷ്ടാവും രക്ഷകനും അസ്തിത്വമുള്ള സകലത്തിന്റെയും കർത്താവും അതിനാഥനുമായി അംഗീകരിക്കുകയാണ്. നമ്മൾക്കറിയാം, വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. ഈ കാലഘട്ടത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഒത്തിരി മക്കളെല്ലാം ബലിയർപ്പണത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം, പൂർവാധികം ശക്തിയോടെ എല്ലാവരും തിരിച്ചു വന്ന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, മറിയത്തെ പോലെ കർത്താവിന്റെ പാദാന്തത്തിങ്കിൽ ഇരിക്കുവാനും അനുനിമിഷം ആരാധിക്കുവാനുമുള്ള കൃപയും അനുഗ്രഹവും നമ്മൾ ഓരോരുത്തരും നിറയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയും സ്തുതിയും മഹത്വവും എപ്പോഴും ദൈവത്തിനു മാത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ.